ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ചാനൽ ഋഷീസ് ലൈഫ് അൺകട്ട്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. റെസിപ്പി വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യശോദേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ, അവരിപ്പോൾ 12 മില്യൺ അപ്പം നമ്മൾ എല്ലാ മീനിലും നന്നായിട്ട് മുളക് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതേ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ബെസ്റ്റ് കോക്കനട്ട് ഓയിലാണ്, പക്ഷെ ഞാനിവിടെ 3 കടകളിൽ കയറി ഇറങ്ങിയിട്ടും കുക്കിംഗ് കോക്കനട്ട് ഓയിൽ ഇല്ല, എല്ലാ സ്ഥലത്തും പാരഷൂട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള മീൻ വെച്ചു കൊടുക്കുകയാണ്. ഞാനിത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റീം ഞാൻ സിമ്മിലാണ് ആക്കിയിട്ടിട്ടുള്ളത്. നമ്മുടെ മീനൊക്കെ ഇവിടെ ആയി വരുന്നുണ്ട്. ഇത് നമ്മൾ അയില കുഴച്ച് വെച്ചിട്ടുള്ള ഇതാണ് മസാല. അതിലേക്ക് ഞാനിത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു മസാലയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അയിലയുടെ നീര് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, കാരണം കൈ എവിടെ ഇവിടെയും തട്ടി പൊള്ളാൻ നിൽക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാണ് വേണ്ടത്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് മറച്ചിട്ടിട്ട് വേവിക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിസിലിട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ബാക്കി ആവി അവിടുന്ന് പോട്ടെ. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒരു വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഞാൻ ആവി കഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മ നല്ലൊരു അടിപൊളി മണം വരുന്നുണ്ട്. നമുക്ക് ഈ കണ്ണൂരുള്ളവരാണെങ്കിൽ ഓൺലൈൻ ഹോട്ടലിൽ പോയിട്ടാകുമ്പോൾ നമുക്കൊരു മണം കിട്ടൂലേ, ആ ഒരു സ്മെല്ലാണ് എനിക്ക് കിട്ടുന്നത്. ഈ നമുക്ക് ഓൺലൈൻ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ സീ ഫുഡൊക്കെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പം അവിടുന്ന് വരുന്ന ഒരു മണമാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. അമ്പോ പൊളി പൊളി. ഇതന്നെ എനിക്ക് തോന്നിയത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം. കാരണം അത്രയും അടിപൊളി സ്മെല്ല് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറച്ചിടാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്കിനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പം മറച്ചിടുന്നത് എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മറച്ചിട്ടതിന് ശേഷം കാണിച്ചു തരാം. മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇവിടെയൊക്കെ പീസ് ഇളകിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇനി ഒന്നുകൂടെ വേവിച്ചെടുക്കാം കേട്ടോ. ആ അടി നമ്മളിപ്പോൾ മറച്ചിട്ട് കൊടുത്ത ഭാഗം കൂടെ വേവിച്ചെടുക്കാം. നമ്മൾ സെക്കൻഡ് ടൈം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എഗെയിൻ നമ്മൾ സിമ്മിൽ തന്നെയാണ് തീ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു വിസിൽ കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ കുക്കർ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വിസിൽ കളഞ്ഞിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ കേട്ടോ. ഇതാണ് നമ്മുടെ പൊള്ളിച്ചത്. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തതാണ്. പിന്നെ മീനൊന്നും വെള്ളം ഉണ്ടാവുമല്ലോ, അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല എണ്ണയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി മണം. എനിക്ക് വായിൽ വെള്ളം വന്നു പോയി കേട്ടോ. മണം ഇങ്ങനെ സ്മെല്ലടിച്ചിട്ട് തന്നെ വായിൽ വെള്ളം വന്നു. അപ്പം ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കട്ടെ. അപ്പം നമ്മുടെ കുക്കറിൽ അയില പൊള്ളിച്ചത് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുക്കറിൽ മീൻ വെക്കുന്നുള്ള കാര്യം നമ്മുടെ യശോടത്തി പറഞ്ഞിട്ടാണ് കേട്ടോ അറിഞ്ഞത്. KL13 ബിജു ആൻഡ് ഋത്തിക് ആ ചാനൽ നിങ്ങൾ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പം അവർ ഇന്നലെയാണ് 12 മില്യൺ ക്രോസ് ചെയ്തിട്ടുള്ള സെലിബ്രേഷനൊക്കെ കഴിഞ്ഞത്. അപ്പം ആ യശോടത്തിയാണ് നമുക്കെന്ന് പറഞ്ഞിടാം എനിക്ക് കുക്കറിൽ മീൻ വെക്കുന്നുള്ള കാര്യം പറഞ്ഞത്. നമ്മൾ അവരുടെ റെസിപ്പി അല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മളിത് കുക്കറിൽ അയില പൊള്ളിക്കാണ് ചെയ്തിട്ടുള്ളത്. യശോടത്തി കുക്കറിൽ മത്തിക്കറി വെച്ചിട്ടാണ് കേട്ടോ കാണിച്ചത്. അപ്പം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ വെറൈറ്റി ഫുഡ് ഐറ്റംസും ടിപ്സും പിന്നെ ഹോൾ വീഡിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഫാമിലി ലൈഫ്, ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുക. കുക്കർ അയിലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാട്ടിലുള്ളവർക്ക് മീനൊക്കെ സുലഭമായിട്ട് കിട്ടുമല്ലോ. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.